നമ്മളെ കേരളത്തിൽ ഇതുപോലത്തെ എത്ര ബീച്ചസ് ഉണ്ട് മലയാളം ഒന്ന് സ്റ്റാൻഡേർഡായിട്ട് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ബീച്ചിനെ ഓപ്പൺ ആക്കിയാൽ എവറിത്തിങ് ദേ പ്രൊവൈഡ് എവറിത്തിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. നായകൾ കുളിച്ച് വന്ന് നല്ലോണം വെയിലുകൊണ്ട് കിടക്കുക കേട്ടോ. ഇതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ കുളിക്കാൻ പോകുന്നത്. അമ്മച്ചിയെ കുട്ടി റൈഡർ മാനിയൊക്കെ ആൽബിൻ തോമസ് വന്നിരിക്കുകയാണ്. ഇതേപോലെ മുടികളൊക്കെ നിങ്ങൾക്ക് ചെറിയ പൈസക്ക് ചെയ്യാട്ടോ. 50 രൂപയേ ഉള്ളൂ ഈ മുടീന്റെ ഓരോന്ന് ചെയ്യാൻ. സത്യത്തിൽ ഇയാള് കൊളംബിയൻ മാഫിയ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതാണ് സ്പോട്ടില്ലേ, കറക്റ്റ് സ്പോട്ട്. എല്ലാരും വന്നു കഴിഞ്ഞാൽ ഈ സ്പോട്ട്, അതെ ഇതാണ് സ്പോട്ട് കേട്ടോ. ഹായ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എന്താ വിശേഷം, സുഖല്ലേ? അപ്പം നമ്മളെ ഗോവയിലെ റൈഡർ മാനിയ ട്രിപ്പ് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്നത്തെ സെക്കൻഡ് ഡേയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മളെ കൂടെ ഉള്ള 2 ആൾക്കാരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പറയൂ സർ. ഹായ്, ഗുഡ് മോർണിംഗ്. പേര് പറയൂ. എൻ്റെ പേര് ആൽബിൻ. അമ്മച്ചി ഫിലോമിന അമ്മച്ചി. മോനും അമ്മച്ചിയും കൂടിയും ഗോവയിൽ റൈഡർ മാനിയൊക്കെ വന്നാട്ടോ. എല്ലാരും വൈഫിനെ കൂട്ടി വരും, ഗേൾ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരും അല്ലേ? അമ്മച്ചിയെ കൂട്ടി റൈഡർ മാനിയൊക്കെ ആൽബിൻ തോമസ് വന്നിരിക്കുകയാണ് കണ്ടോ. അപ്പൊ നമ്മളെ ട്രിപ്പ് ഇന്ന് ഇവരോടൊപ്പമാണ് കേട്ടോ. അപ്പൊ നമ്മളെ റൈഡർ മാനിയക്ക് വേറൊരു ഫാമിലി ഉണ്ട്. ഫാമിലി അച്ഛനും മോളുമാണ്. യെസ്, അവര് പോവാണ്. അച്ഛനും മോളുമാണ്. മോള് ഇതാ പഞ്ചാബിൽ നിന്ന് പറന്ന് വന്നിറങ്ങിയല്ലേ? അതെ അതെ അതെ. അച്ഛൻ പറഞ്ഞു കൊടുക്കൂ. ഇത് എന്റെ മോള് ശ്രേയ ബിജേഷ്. യെസ്, നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ. പിന്നെ വേറെ എന്താണ്? അച്ഛൻ എന്ത് കൊണ്ടുവന്നില്ല? കൊണ്ടുവന്നതൊന്നും പറയില്ലല്ലേ? കൊണ്ടുവരാത്തത് മാത്രം നമ്മൾ പറയും. അത് കാണില്ല. ഓക്കെ, അപ്പൊ ഹാപ്പി അല്ലേ റൈഡർ മാനിയൊക്കെ വന്നിട്ട്? അപ്പൊ നമ്മളിന്ന് സെക്കൻഡ് അടിച്ചു പൊളിക്കൂലേ? അപ്പൊ ഇന്ന് നമ്മൾ പൊളിക്കാൻ പോകാട്ടോ. ആദ്യം തന്നെ ബീച്ചിലേക്കാണ് അല്ലേ? യെസ്. നമ്മളെ ധനേഷ് എവിടെ? ധനത്തിന്റെ ആള് ധനം. നമ്മൾ IFSന്റെ ഇന്നത്തെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ, ഷർട്ട് ഉണ്ടെങ്കിൽ വേറെ ലെവലാട്ടോ. ഇയാൾ എവിടുന്ന് വന്നാണ്? കൊളംബിയെന്ന് വന്നാണോ? ഒരു കൊളംബിയക്കാരൻ്റെ ലുക്ക് ഉണ്ട് അല്ലേ? സത്യത്തിൽ ഇയാൾ കൊളംബിയൻ മാഫിയ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മളെ ഗോവയിലെ ബീച്ച് സൈഡാണ്. ബീച്ച് സൈഡിൽ തന്നെയാണ് നമ്മൾ റൂം എടുത്തത്. ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഹെനിക്കൻ്റെ ബോർഡ് കാണാം. പിന്നെ ഇതേപോലത്തെ ഡ്രസ്സുകൾ കേട്ടോ, ബീച്ച് ഡ്രസ്സുകൾ നല്ലോണം കാണാം. കാരണം ഫോറിനേഴ്സ് ഇഷ്ടംപോലെ വരുന്നതാണ്. ഗോവൻ്റെ സോനീസ് ഉണ്ട്, നല്ല ഓട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്, ചെരുപ്പുണ്ട്. മാഗ്നറ്റ് ആണ് ഇത് ഡ്രസ്സ് കണ്ടില്ലേ? ഡ്രസ്സുകൾ പല ടൈപ്പ് ഡ്രസ്സുകളുണ്ട് കേട്ടോ. നമ്മൾ ബീച്ചിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബീച്ച് ഏരിയയിലെ സ്റ്റേ ഏരിയാസ് ആട്ടോ ഇതൊക്കെ. ആൽക്കോവ് റിസോർട്ട്, കാസ വഗാറ്റോ, ഇതൊക്കെ വലിയ വലിയ ഹോട്ടൽസാണ്. പിന്നെ അതിൻ്റെ പാർക്കിങ്ങുകൾ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ വഗാത്തോർ ബീച്ചിലാട്ടോ. വഗാത്തോർ അല്ലേ? IFS ഇത് വഗാത്തോർ ബീച്ചാണ്. വഗാത്തോർ എന്താ പേര്? വഗാത്തോർ. അപ്പം നമ്മൾ ഗോവയിലെ വഗാത്തോർ ബീച്ചിൻ്റെ സൈഡിലുള്ളത് ഏറ്റവും വളരെ സ്പെഷ്യലായിട്ടുള്ള ബീച്ചാണ്. ഇവിടെ ഭയങ്കര ഹൈറ്റ് നമ്മൾ ഇറങ്ങി വരണം കേട്ടോ. ഇത് ഇറങ്ങാനൊക്കെ സുഖമായിരിക്കും. ഇനിയിപ്പോൾ കയറി പോകാനാണ് നമ്മൾ ബുദ്ധിമുട്ട്. ചെറിയ ബീച്ചാണ്. അത് ശരി. വലിയ ബീച്ചോ? വാഗ പോണം. നായകൾ ബീച്ചിൽ കുളിച്ചിട്ട് നല്ലോണം വെയിലുള്ളുന്നുണ്ട് അല്ലേ? നായകൾ കുളിച്ച് വന്ന് നല്ലോണം വെയിലുള്ളുണ്ട് കിടക്കുക കേട്ടോ. ഇതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ കുളിക്കാൻ പോകുന്നത്. നായ നല്ല സുഖമായിട്ട് കിടക്കുന്നത് കണ്ടിട്ട് ആൾക്കാർ കുളിക്കുന്നത്. ഇതിൽ കുറേ നമ്മളെ കോവളത്തിൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ ഈ സൈഡിലെ. കോവളത്തിൻ്റെ ആ മൂലയിൽ അതിലെങ്കിൽ അടിപൊളിയാണ്. ബീച്ച് കല്ലുകളുണ്ട്. ഇവിടെ ചെറിയൊരു പാറ കാര്യങ്ങൾ. ഇതാണ് നമ്മളെ ഈ ബീച്ച് കേട്ടോ. ഇവിടെ ഹോട്ടൽ ഉണ്ടെങ്കിൽ മേലോട്ട് ഹോട്ടൽസ് ഉണ്ട്, അടിപൊളി ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ ബീച്ച് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ. അടിപൊളി റെസ്റ്റോറൻ്റ് കേട്ടോ. ഇതേപോലെ നമ്മളെ നാട്ടിലൊക്കെ രസമല്ലേ? കിങ്ഫിഷറിൻ്റെ ആണ്. ബീച്ചിൽ നിന്ന് നേരെ വരുന്നത് കണ്ടോ? ബീച്ചിൽ കുളിക്കുന്നത്
പ്ലേസ് ആണ്. പുതിയ നല്ല ഭംഗിയുള്ള നല്ല ബീച്ച് കിട്ടും. ശരിക്കും അതിൻ്റെ ഇടയിലുള്ള ആ കല്ലുകളൊക്കെ ശരിക്കും നല്ലൊരു പ്രത്യേക രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഓപ്പൺ ആയിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ കല്ലുകൾ ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി രസമായിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ പുതിയ പുതിയ കൺസ്ട്രക്ഷൻ എന്തൊക്കെയോ വരുന്നുണ്ട് കാര്യങ്ങൾ. അപ്പം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാനുള്ള പരിപാടിയിലുണ്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി അടുത്തല്ലേ അയ്യപ്പസേ പബ്ലിക്ക് വരാൻ തുടങ്ങുന്നുള്ളൂ. കാരണം ഇവിടെ നൈറ്റ് ലൈഫ് ആണല്ലോ. അതെ അതെ അതെ. അപ്പൊ ആളുകൾ ലേറ്റ് ആയിട്ട് എത്തുള്ളൂ. പക്ഷെ ഭയങ്കര വൈബ് തന്നെ അല്ലേ. എന്താണ് ഉണർവില്ലാത്ത നമ്മളെ ടീം ഇതാ. ആരൊക്കെ പറയൂ. അയ്യോ ഇയാൾക്ക് ചില സമയത്ത് ചില ഇത് വരും. ഇയാൾക്ക് പെട്ടെന്നാണ് ഇയാൾക്ക് വർക്കൗട്ട് ആവുക. പെട്ടെന്ന് ഇയാൾ സ്ലോ ആവും. നിങ്ങളെങ്ങനെ? ഫുൾ ടൈം കൺസിസ്റ്റന്റ് ആണ്. ഹാപ്പി അടിപൊളി. ഓക്കെ. എന്താ ചെയ്യുന്നത്? പ്ലാന്റർ ആണ്. തൊടുപുഴ പ്ലാന്റർ. ഓ ഡിഫറെന്റ്. റൈറ്റ്. തൊടുപുഴ. പേര് കുര്യൻ. നിങ്ങൾ ഫ്രം പൂന. Hello guys, Ritesh here, Pune. How can you join with them? We just randomly just a message, random messages and friends. Are you alone from Pune? No, with a pack. Have. Where the people? Hotel there. Yeah. You just meet them. We just met here. Okay. അങ്ങനെ നമ്മൾ അഞ്ജുന ബീച്ചിലേക്കാട്ടോ. അഞ്ജുന ബീച്ച്. അയ്യഫസേ അടുത്ത ബീച്ചാണ് നമ്മളെ അഞ്ജുന ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അഞ്ജുന ബീച്ചിൽ അയ്യഫസിന്റെ കൂടെ നമ്മൾ കിടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നെക്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കും. ഇത് നമ്മളെ നാട്ടിലെ പോലെ തന്നെ എല്ലാ വള്ളികളും എല്ലാ മുള്ളുകളും എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. വൃത്തിയും ഇവിടെ ഇല്ല. എല്ലാം സെയിം ആണ് കേട്ടോ. ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ വിചാരിക്കേണ്ട ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയാണ്. ഒരു വൃത്തിയും ഇല്ല. നമ്മളെ നാടും ഇവിടെയും തമ്മിലൊക്കെ സെയിം തന്നെയാണ്. കണ്ടങ്ങളെ ഓരോ മലൻ്റെ ചെരുവുകളും ഇവിടെ ബീച്ചുകളാട്ടോ. കണ്ടോ ഇവിടുത്തെ നായ കണ്ടങ്ങൾ ബോട്ടിലൊക്കെ കടിച്ച് രക്ഷപ്പെടുത്തുകയാണ്. ഈ ജനങ്ങളെ രക്ഷപ്പെടുത്തുകയാണ് ഇവിടുന്ന് പ്ലാസ്റ്റിക്കിൽ നിന്നും. അതാണ് അവൻ്റെ ഉത്തരവാദിത്വം. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇവിടെ ഇളനീണ്ട്. ഫുള്ള് ക്രൗഡാട്ടോ. കണ്ടില്ല നിങ്ങൾ? ഫുൾ ക്രൗഡാണ്. അങ്ങനെ നമ്മളെ വിജേഷ് ഭായിൻ്റെ മോള് ഇതാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ബീച്ചിൽ. എൻജോയ് ചെയ്തോ? എന്താ പറയാനുള്ളത് ബീച്ചിനെ പറ്റി? ആണല്ലേ? അതൊരു സ്പോട്ടാ. നീ ഇരിക്കുന്നു അല്ല ഞാൻ പോയി എടുക്കുന്നു? നീ ഇരുന്നു. പറയൂ ബീച്ചിനെ പറ്റി പറയൂ. ഹൗ യു ഫീൽ? പീസ്. അതാണ് പ്രധാനം. അഞ്ജന ബീച്ചിനാണ് കേട്ടോ ഇതിന്റെ പേര്. ഇല്ലല്ലോ വാഗത്തോർ അപ്പറാണ്. മിനി മെയിൻ. ഓക്കെ. വാഗത്തോർ മിനി ഇത് മെയിൻ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ബീച്ചിനെ പറ്റി എന്താ പറയാ? അപ്പൊ നമ്മള് അതെ ഇതിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇപ്പം ഞാൻ വീഡിയോ എടുക്കേണ്ടി വരുമല്ലോ. ഇപ്പോൾ വീഡിയോ എങ്ങനെ എടുക്കും? ഓക്കെ. ഇതാണ് സ്പോട്ടില്ലേ? ഇതാണ് ശരിക്ക് വാഗത്തോർ ബീച്ചിൻ്റെ മെയിൻ സ്പോട്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുങ്ങനെ കയറാം. ഈ കല്ലുകളാണ് എന്താ സംഭവിക്കാന്ന് അറിയില്ല. തിര നല്ലോണം ഉണ്ട്. കണ്ടില്ലേ ഈ മലഞ്ചെരുവ്, ഇതിൻ്റെ ഇടയിൽ ബീച്ച്, ഇതിൻ്റെ ഇടയിൽ മോളിൽ ഇരിക്കുന്ന പോലെ സ്പോട്ട്, ഇവിടെ മറ്റൊരു മല. ഇതിൻ്റെ ഇടയിലാണ് നമ്മളെ ബീച്ച് കേട്ടോ. ഗോവ ബീച്ചിൽ കിടക്കുന്നതാണ്. ഇതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് വാഗത്തോർ മെയിൻ ബീച്ചിലെ. അതെ മെയിൻ ബീച്ചാണ്. കണ്ടില്ല അവിടെ മുമ്പ് ഒരു കോട്ട ഉണ്ടായിരുന്നു കേട്ടോ. കോട്ട കണ്ടോ? ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പ്രൊട്ടക്ഷൻ കോട്ടകളാണ്. കടലിൻ്റെ കാഴ്ചകളുമാണ്. മോള് ഇവിടെ ഇരുന്നിട്ട് അവിടുന്ന് ഇറങ്ങുന്നില്ല, മ്യൂസിക് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് സ്പോട്ടില്ലേ, കറക്റ്റ് സ്പോട്ട്. എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഈ സ്പോട്ട്, അതെ
ഇതാണ് സ്പോട്ട് കേട്ടോ. കറക്റ്റ് സ്പോട്ടിലേക്ക് വരിക. ഇവിടെ വരുമ്പോൾ എല്ലാവരും ഇതാ, വേറൊരാളിതാ റിസ്ക് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ മുമ്പ് മോണ്ടിനെഗ്രോ യൂറോപ്പിൽ പോയ സമയത്ത് കണ്ടതുപോലെ ഒരുപാട് മലകളുടെ ചെരുവിലാണ് ഈ ബീച്ച് കിടക്കുന്നത്. അതാണ് ഈ ബീച്ചിൻ്റെ പ്രത്യേകത. മോക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം പറയണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരണം. എന്താപ്പം അതിന് പറയാ, ഹീൽ ചെയ്യുക. സോറി, അതെ, അങ്ങനെയും പറയാം. എൻജോയ് ചെയ്യാം. കണ്ടില്ലേ, ഒരാള് ഇവിടെ ഒരു സംഗതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടോ. ആളിവിടെ ഒരു സ്തൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്നൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. ഇത് വന്നിട്ട് സൈഡാവും അല്ലേ? ഹായ്, യു ആർ ഫ്രം കർണാടക. വൈ യു മേക്ക് ദിസ്? ജസ്റ്റ് ജോക്ക്. ഓക്കെ ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതൊരു തമാശക്ക് ഉണ്ടാക്കിയ കേട്ടോ. ഞാൻ വിചാരിച്ചു വളരെ എന്തെങ്കിലും. സോറി, Where are you from? കേരള. Yeah. Okay. മലയാളി. അപ്പം നമ്മൾ ഇതാ ബീച്ചിൻ്റെ ഹരങ്ങളാട്ടോ. ഫുള്ള് ബീച്ചിൻ്റെ ഹരങ്ങളാണ്. ഇവിടെ എല്ലാ രീതിയിലും എൻജോയ് ഉള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇതിന് പ്രൊഫഷണലിസം എന്നത് ഗോവയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ആകെ ഗോവയിലേ ഉള്ളൂ. ആ ഉള്ളത് തന്നെ ഇങ്ങനെയാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചെറിയ പൈതം മക്കളൊക്കെ കണ്ടങ്ങൾ, ചെറിയ മക്കളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഈ ബീച്ചാണ് ഗോവൻ്റെ എല്ലാം കിടക്കുന്നത് കേട്ടോ. ഗോവൻ്റെ എല്ലാ സംഗതിയും കിടക്കുന്നത് ഈ ബീച്ചിലാണ്. അങ്ങനെ നമ്മൾ റൈഡർ മാനിയൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗോവ ബീച്ച് ഫുള്ള് കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങളെ കാഴ്ചകളിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. എപ്പോൾ ഗോവയിൽ വന്നു കഴിഞ്ഞാലും കണ്ടില്ലേ, ഞാൻ കറുത്ത് പോയത് കണ്ടില്ലേ, വെയിൽ കൊണ്ട് കറക്കും. ഇതേപോലെ മുടികളൊക്കെ നിങ്ങൾക്ക് ചെറിയ പൈസക്ക് ചെയ്യാം കേട്ടോ. 50 രൂപയേ ഉള്ളൂ ഈ മുടീൻ്റെ ഓരോന്ന് ചെയ്യാൻ. ജസ്റ്റ് വെറുതെ ഒരു ജോക്കിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഈ ബീച്ചിൽ നിന്ന് നമ്മൾ വിട പറയാണ്. ഈ ബീച്ച് നിങ്ങൾക്ക് കണ്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എപ്പോൾ വരുമ്പോൾ ഇവിടെ ഒന്ന് ടച്ച് ചെയ്യാൻ വളരെ രസകരമായ സംഗതികളാണ്. ഇവിടെ ഒരുപാട് വിദേശികളും എല്ലാവരും വരുന്ന ഹോട്ടൽസ് ഒക്കെ ഉള്ള ഭാഗം കേട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് റൈഡ് നടക്കുന്ന സ്ഥലം കേട്ടോ. ഭയങ്കര വെയിലാണ്. നമ്മളെ കേരളത്തിൻ്റെ മറ്റൊരു സ്ഥലമാണ്. സെയിം കേരള, ഒന്നും പറയാനില്ല. സെയിം കേരളൻ്റെ ഇതിലാണ് കാര്യങ്ങളുള്ളത്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇവിടുത്തെ വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളോട്ടേക്ക് പോവുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഡേ ടൈമിൻ്റെ ഇവിടുത്തെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ അവിടേക്ക് എൻട്രി കിട്ടിയില്ല കേട്ടോ. നമ്മളിതാ ഇവിടെ നിന്നിട്ട് ഹിമാലയൻ്റെ ഒരു റൈഡ് നടക്കുന്നുണ്ട് അവിടെ. ഹിമാലയൻ്റെ റൈഡ് എനിക്ക് അതിനുള്ള പെർമിഷൻ കിട്ടിയില്ല. ഇവിടെയാണ് റൈഡ് നടക്കുന്ന സ്ഥലം കേട്ടോ. കണ്ടില്ല നിങ്ങൾ, റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇവിടെ നിന്നിട്ട് എടുക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. അതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. ഇതൊക്കെ ട്രയൽ റൺ ആണ് നടക്കുന്നത് കേട്ടോ. ഇപ്പം നടക്കുന്നത് ട്രയൽ റൺ ആണ്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. കണ്ടില്ല നിങ്ങൾ, ഫുള്ള് ഹിമാലയ ഫുള്ള് റൈഡിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഐ തിങ്ക് ഇവർ ഓരോരോ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരാൾ ഇതാട്ടോ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റൂട്ടിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹിമാലയ ഓക്കെ. ഇത് സംഭവം മത്സരങ്ങൾ ഇൻഡിവിജ്വലാട്ടോ, ഗ്രൂപ്പല്ല, ഇൻഡിവിജ്വലാണ്. ഇവിടെ സ്പേസ് കുറവായതുകൊണ്ടായിരിക്കാം ഇവർ ഇൻഡിവിജ്വലായിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ പകലത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യലാട്ടോ. ഒന്ന് പൊടി കണ്ടില്ല നിങ്ങൾ, ചെമ്മണ്ണിൻ്റെ പൊടിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കൂടാതെ വെയിൽ, എൻട്രി ഇല്ല, ഒന്നുമില്ല, ഒരു സാധനവുമില്ല. പരിപാടി നടത്തുന്നുണ്ട്, എങ്ങനെ നടത്തുന്നുണ്ട്, എന്ത് നടത്തുന്നുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. റൈഡർ മാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനിയ തന്നെ കേട്ടോ. സത്യത്തിൽ എനിക്ക് എതിർപ്പൊന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല, ഒരു മാനിയ തന്നെയാണ്. ഇതൊരു മാനിയ. ഒരു മലമുകളിൽ ഇങ്ങനെ പൊടിയൊക്കെ പാറ്റി ഒരാൾക്കും പെർമിഷൻ ഇല്ലാതെ ഭയങ്കര ക്രൂഷ്യലായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ റോഡ് കണ്ടെങ്കിൽ ഈ റോഡാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര വെയിലും കാര്യമാണ്. ഇവിടെ ഇതേപോലത്തെ ടൂറിസ്റ്റ് പ്ലേസ്, കുറേ ബാറുകൾ, അങ്ങനത്തെ കുറേ സംഗതി ഹോട്ടൽസൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെയാണ്. ഇവിടെ ക്ലാര ബീച്ച് ഹെവൻ ഇങ്ങനെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇവിടുത്തെ വഴികൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ കാണാൻ ബീച്ച് ഉണ്ടെങ്കിൽ
ഈ മലമുകളിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു ബീച്ചിൻ്റെ വൈബ് വേറെ തന്നെയാണ്. ബീച്ച് കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. സത്യമായിട്ട് പറയുകയാണെങ്കിൽ ബീച്ച് ദൈവം കനിഞ്ഞ് നൽകിയ ബീച്ച് ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്, ഗോവ ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ്, ഏതോ ഗവൺമെൻറ്, മനുഷ്യർ, ഇന്ത്യക്കാർ ചെയ്യുന്ന പരിപാടികളാണ് ഈ കാണുന്നത്. വൃത്തികേടുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ബീച്ചിൻ്റെ രസവും കൂടി ആസ്വദിക്കാട്ടോ. ഒരു രക്ഷയില്ല. ബീച്ചിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് വിദേശത്ത് പോയാലും നമുക്ക് കാണാൻ കഴിയാത്ത അത്ര ഭംഗിയിലാണ് ഈ ബീച്ചുള്ളത് കേട്ടോ. വൃത്തികേട് ഇങ്ങനെ കാണുന്നുണ്ട്. ഒന്നും വിചാരിക്കരുത്. കണ്ടങ്ങൾ നമ്മളെ കോവളം ബീച്ചിൻ്റെ ഒരു സൈഡ് പോലെ ഡൈനാമോ ഞാൻ കാണിച്ചില്ല കേൾക്ക്. ഡൈനാമോ വലിയ ബാറും മറ്റേ DJ എവറിത്തിങ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് ബോധമില്ലാതെ പോകാം. കാരണം കള്ളിനൊക്കെ വളരെ ചെറിയ പ്രൈസേ ഇവിടെ ഉള്ളൂ. ആൾക്കാരൊക്കെ നിൽക്കുന്ന കണ്ടില്ല നിങ്ങൾ ബീച്ചിന്. ഈ ബീച്ചുകൾക്ക് ഇടയിലുള്ള ഈ കാണേണ്ട സ്ഥലത്താണ് നമ്മൾ ഇത്ര വൃത്തികെട്ട സ്ഥലത്ത് കൂടെ വരേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഒരു രസകരമായ സാധനം ഞാൻ പറയാട്ടോ. നമ്മളെ കേരളത്തിൽ ഇതുപോലത്തെ എത്ര ബീച്ചസ് ഉണ്ട് മലയാളം. ഒന്ന് സ്റ്റാൻഡേർഡായിട്ട് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ബീച്ചിനെ ഓപ്പൺ ആക്കിയാൽ എവറിത്തിങ് ദേ പ്രൊവൈഡ്, എവറിത്തിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. എന്നിട്ട് ചെയ്തു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ ജീവിക്കും, എന്തൊക്കെ സംഭവിക്കും കേരളത്തിൽ. ദയവ് ചെയ്ത് ഒന്ന് ഫോക്കസ് ചെയ്യൂ. നമ്മളെ നാട്ടിൽ പുരോഗമനം വരട്ടെ, എല്ലാവരും ജീവിക്കട്ടെ. യെസ് We meet last year. Yeah. Okay. പറയ് IFS പറയ്. Just tell your name and where do you Yeah, come hi. from? This is Tiger here. I'm from Bangalore. So, Bullet is my other life. Yes. You know Our Ashraf? Bullet Mafia guys. Yeah. We are the Bullet Mafia Yes, gangsters. Bullet Mafia. Mafia. You mafia. Yeah, it's not a mafia. Don. Don. IFSന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ എല്ലാരും വരികയാണ്. ഇതാ ഈ സാധനം കേട്ടോ. ഫുൾ ഐറ്റം ഇവിടെയാണ് കിടക്കുന്നത്. കണ്ടോ ഇതാണ് ഐറ്റം ഫുള്ള്. കണ്ടോ ഈ ആൾക്കാർ മൊത്തം മൂപ്പരുടെ അടുത്താണ്. Again. ഫുള്ള് ഇവിടുത്തെ പാർക്കിംഗ് കേട്ടോ. വേറെ രക്ഷയില്ല. ഇങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല. എന്ത് പറയണ്ട് എല്ലാവരുടെ ഉത്സവം. നമ്മുടെ പിള്ളേരെല്ലാം ഇവിടെ വരും, പൊളിക്കും 3 ദിവസം. ഒരു തിരിച്ച് സ്വസ്ഥമായിട്ട് വീട്ടിൽ പോകും. കഥകളുടെയും അവസാനമായി നമ്മൾ റൈഡും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. അങ്ങനെ 2025 മോട്ടോർ റൈഡർ മാനിയ ഇറ്റ്സ് ഗോയിങ് ടു ഫിനിഷ്. ഫുൾ ആൾക്കാർ സൈഡായി, ഒരു രക്ഷയില്ല. പൊടി മാറുന്നു, ചളി വരുന്നു, ബ്ലോക്ക് വരുന്നു. ഇന്ത്യൻ്റെ റൈഡർ മാനിയൻ്റെ അവസ്ഥയാണ്.
നമ്മൾ ഈ കാണുന്നത്. കണ്ടില്ലേ, ഇവരൊക്കെ ഇന്ന് ഫംഗ്ഷൻ നമ്മൾ കണ്ടു, സ്ട്രീറ്റിൽ എല്ലാം കണ്ടിട്ടോ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ്റെ ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിലാണ് നമ്മൾ ഈ റൈഡർ മാനിയ കാണുന്നത്. തൽക്കാലം എൻജോയ് ചെയ്യാൻ അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഇന്ത്യയിൽ ഒരു റൈഡർ മാനിയ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗ്യം നമുക്ക് കിട്ടി എന്ന് വിചാരിക്കാം. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ല. ഇവിടെ പൊടിപാറി, റഷ്, ബ്ലോക്ക് ഒന്നും പറയണ്ട. ഇവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്നാൽ പോലും എൻജോയ് ചെയ്തവർക്ക് എൻജോയ്. അപ്പോൾ അടുത്ത കാഴ്ചകൾ കാണും വരെ ബായ്.